വേലായുധേട്ടൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. തീർച്ചയായും ഞാനിത് കുടിച്ചു തീർക്കണം, അത്രയല്ലേ ഉള്ളൂ. മദ്യത്തിനും വേലായുധനും ഇടയിൽ ശത്രുത ഇല്ല മക്കളെ. ഈ പകലെന്തിനാ വിളക്ക് കത്തിക്കുന്നേ? ഇനിയും മദ്യപിച്ചാൽ ചത്തുപോകും വേലായുധ എന്ന് ഡോക്ടർ പറഞ്ഞു. തീരെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിളക്ക് വെച്ചതിന് ശേഷം രണ്ടെണ്ണം അടിച്ചോളാൻ പറഞ്ഞു. കൂമ്പില്ലേ? പിന്നെ ഞങ്ങൾ വന്നത് ബൈക്കിലായിരിക്കുമല്ലേ? ഏയ് അതല്ല. ഇതല്ലാതെ വേറെ ഉണ്ടോ? കൊണ്ടുപോവാ. ഭയങ്കര. അത് തീർന്നു ചേട്ടാ. വേറെ ഇല്ല. എന്താ ആളെ പറഞ്ഞു പറ്റിക്ക? ദേ നോക്ക്, നിങ്ങളെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതാ. എന്താ നിങ്ങളുടെ പരിപാടി? ചേട്ടാ ഞങ്ങൾ പിന്നെ വരാം. നിങ്ങൾ പിന്നെ വരണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിച്ചിട്ട് പോരാം. എന്നെ അടിച്ച ഒറ്റയ്ക്ക് ഞാനെങ്കിൽ തീർന്നു പോവും. പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അഴിയണ്ടും. ധൈര്യം അടിക്കടാ. ചേട്ടാ രക്ഷപ്പെട്ടു. ഒരു ഫുള്ളിന്റെ കാശ് പോയത് മിച്ചം. ഇതിന്റെ മറ്റൊരു പതിപ്പാ മരംകുത്തി മണി. അതൊന്ന് ട്രൈ നോക്കാം. ദൈവമേ, തെങ്ങി കയറും പോലെ ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ കയറ്റം ഉണ്ടാവണമേ. ഇന്ന് മെമ്പറായിട്ട്, നാളെ MLA ആയിട്ട്, മറ്റന്നാ മന്ത്രിയായിട്ട്, അങ്ങനെ കേറി കേറി എന്നെ ഒരു നിലയിൽ എത്തിക്കണേ. ഇല്ലെങ്കിൽ എന്റെ മിനി തെങ്ങിയ കയറാൻ തുടങ്ങും. എന്തോ പെണ്ണുങ്ങൾക്ക് തെങ്ങി കയറാൻ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഞാനും പോവും. പോയിക്കോ. പക്ഷെ എന്റെ മെക്കിട്ട് കയറുന്ന പോലെ അത്ര നിസ്സാരമല്ല തെങ്ങേറ്റം. മാത്രമല്ല, നീ മുണ്ടും മടക്കി കുത്തി തെങ്ങിന്റെ മുകളിൽ കയറാൻ തുടങ്ങിയാല് ഈ നാട്ടില് പണിയില്ലാത്ത ചെറുപ്പക്കാർക്കെല്ലാം തെങ്ങിന്റെ ചോട്ടിൽ പണിയാകും മോളെ. 100 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ആളാ ഇപ്പൊ മാസത്തിൽ 1-2 സിറ്റിംഗ്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കാനാ? നീ ഒരു വാർഡ് മെമ്പറോട് സംസാരിക്കുന്നത് ഓർമ്മ വേണം. പിന്നെ ഈ വാർഡിന്റെ സമഗ്ര വികസനമാണ് എന്റെ ലക്ഷ്യം. മണിച്ചേട്ടാ, സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ പോയാലേ ഞാൻ എന്റെ വീട്ടിൽ പോകും. പോടി, ഇപ്പൊ തന്നെ പോടി, ധൈര്യം ഉണ്ടെങ്കിൽ. എന്നിട്ട് വീട്ടിൽ പോയി അച്ഛനോട് കുറച്ച് കാശ് വാങ്ങിച്ചുണ്ടാ. കാശിന് ഭയങ്കര ടൈറ്റാ. MLA ആവുമ്പോ തിരിച്ചു തരാന്ന് പറ. പിന്നെ ഒരു കാര്യം, ഈ വരുന്നവരുടെ മുമ്പിൽ വെച്ചേ മിനി ചായ, മിനി ജ്യൂസ് എന്നൊന്നും വിളിച്ചു കൂവണ്ട. ഇവിടെ ഒന്നും ഇരിപ്പില്ല, എല്ലാം തീർന്നു. തീരുമ്പോ വാങ്ങി വെച്ചൂടെ? പിന്നെ തീരുമ്പോ വാങ്ങി വെക്കാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോ? ഇപ്പോഴെങ്കിലും ആരാ നോക്കട്ടെ. നിങ്ങളാണോ? എന്താ? ഞങ്ങള് സാറിനെ ഒന്ന് കാണാമെന്നാ സാർ. സാർ എന്താ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാള് സാറെന്ന് വിളിക്കണത്. ആ, വീട്ടിൽ കയറി വന്ന ശത്രുക്കളാണെങ്കിലും ഇരിക്കാൻ പറഞ്ഞാൽ അത് മര്യാദ കേടാ. വേണ്ട സാറേ. നീ എന്നെ സാറേന്ന് തന്നെയല്ലേ വിളിച്ചത്? അതെ. I powder of you boy. ഇരിക്ക് അവിടെ. കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്? ഞങ്ങൾക്കൊന്നും വേണ്ട സാർ. അത് പറ്റില്ല. എന്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ നാണക്കേട് എനിക്കല്ല, എന്റെ മിനിക്കാ. ചേട്ടാ, എന്ത് ജ്യൂസാ വേണ്ടത്? മുന്തിരി, പൈനാപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, മൂസമ്പി, കാരറ്റ്, ഏതോ? ചേച്ചി ഞങ്ങൾക്കൊന്നും വേണ്ട. ഇനി വന്ന കാര്യം പറ. ഞങ്ങളൊരു പ്രോജക്ടിന്റെ ഭാഗമായി കിഷോറിന്റെ ഭൂമിയിൽ കൃഷി ഇറക്കുന്നുണ്ട്. അത് നടക്കില്ല. പാർത്തമ്പിള്ളയുടെ ചാവടിത്തിന് കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. സാറ് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. ഒന്നെങ്കിൽ സാറ് തെങ്ങി കയറണം, അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും തെങ്ങി കയറ്റിക്ക് അനുവദിക്കണം. അത് രണ്ടും നടക്കില്ല. ഒരു മെമ്പറോട് തെങ്ങി കയറാൻ പറയുന്നത് അയാൾ അപമാനിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ജനകീയ ആസൂത്രണം വന്നതോടുകൂടി എനിക്ക് മൂത്തൊഴിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. മിനി, എന്റെ ബ്രീഫ് കേസ് കണ്ട് എടുത്തേ. ബ്രീഫ് കേസ് നിറയെ ഞാൻ ഉറക്കൊഴിച്ചുണ്ടാക്കിയ പ്രോജക്റ്റുകളാണ്. ഇന്ന് ഞാൻ ആ പ്രോജക്റ്റുകൾ കളക്ടറിന് മുമ്പിൽ സമർപ്പിക്കും. മനസ്സിലായാന്ന്? മിനി, ഹറി അപ്പ്. മിനി, ഇത് വേണ്ടായിരുന്നു.
ഇതാ എന്തോ വാ ഇതാ അപ്പൊ ഇതാണല്ലേ പ്രോജക്ട് റിപ്പോർട്ടുകൾ. അപ്പച്ചേട്ടൻ കളക്ടർ വീട്ടിൽ തെങ്ങേറാൻ പോവാണോ? ഇപ്പോഴല്ലേ ബ്രീഫ് കേസ് എടുത്ത് ഇവിടുന്ന് വണ്ടി കയറുന്നതിന്റെ രഹസ്യം മനസ്സിലായത്. ഇപ്പോഴും തെങ്ങേറ്റം തുടരുന്നുണ്ടല്ലേ? നിങ്ങൾ ഇത് ആരോടും പറയരുത്. ഗ്രാമസഭയും പഞ്ചായത്ത് മീറ്റിംഗ് ഇല്ലാത്ത സമയത്ത് ദൂരെ എവിടെയെങ്കിലും പോയി ഞാൻ തെങ്ങ് കയറാറുണ്ട്. നിങ്ങൾ എന്റെ മാനം കെടുത്തരുത്. നിങ്ങൾ പറയണത് എന്ത് ഞാൻ ചെയ്യാം, പ്ലീസ്. എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ തെങ്ങ് കയറിത്താ. അയ്യോ, അത് മാത്രം പറയരുത്. പാർത്തം പിള്ള എന്നെ വെറുതെ വിടില്ല. എങ്കിൽ ഇത് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞേക്കാം. അയ്യോ, നിങ്ങൾ ഇത് ആരോടും പറയരുത്. ഞാൻ വേണമെങ്കിൽ രാത്രി 7:30 മുതൽ 12:30 വരെ നിങ്ങൾ പറയണ ഏത് തെങ്ങിൽ വേണമെങ്കിലും കേറാം. മതി, അത്രയും മതി. വാടാ. അപ്പൊ രാത്രിയെ തെങ്ങേറ്റം മുടങ്ങുന്നാ തോന്നുന്നത്.